ഹലോ മക്കളെ, വെൽക്കം ടു എജി പോർട്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പൊതുവേ നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുള്ള കുറച്ച് ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ചാപ്റ്റർ വൈസ് ഓർഡറിലാണ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. മക്കൾ എന്ത് ചെയ്യണം, എൻ്റെ കൂടെ തന്നെ പെന്നും ബുക്കൊക്കെ ആയിട്ട് സെറ്റായിട്ടിരിക്കണം. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഫൈൻഡ് ദ മോളിക്കുലർ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട് വിത്ത് മോളാർ മാസ് 78 gram per mole ആൻഡ് എംപിരിക്കൽ ഫോർമുല CH. നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമുക്ക് മോളിക്കുലർ ഫോർമുല ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. നമുക്കറിയാം മോളിക്കുലർ ഫോർമുല ഈക്വൽ ടു N ഇൻറ്റു എംപിരിക്കൽ ഫോർമുലയാണ് അല്ലേ. N ഇൻറ്റു എംപിരിക്കൽ ഫോർമുലയാണ്. എംപിരിക്കൽ ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താ, സിംപ്ലസ്റ്റ് ഫോർമുല. മോളിക്കുലർ ഫോർമുല എന്ന് പറഞ്ഞാലോ ആക്ച്വൽ ഫോർമുല. അപ്പോൾ ഈ N എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? N കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഇത് N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ആണോ? അല്ലല്ലോ, അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മോളാർ മാസ് ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യാനാടാ, എംപിരിക്കൽ ഫോർമുല മാസ് ചെയ്യണം. ഈ എംപിരിക്കൽ ഫോർമുല മാസ് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുക? നമുക്കറിയാം എംപിരിക്കൽ ഫോർമുല തന്നിട്ടുണ്ട്, അത് CH ആണ്. അപ്പോൾ എംപിരിക്കൽ ഫോർമുല മാസ് കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അതിൽ ആരെയാണോ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് അവരുടെ മാസ് എടുത്താൽ മതി. ഇവിടെ കാർബണും ഉണ്ട് ഹൈഡ്രജനും ഉണ്ട്. അപ്പോൾ എത്ര വന്ന് 13 gram വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇനി ക്വസ്റ്റ്യനിലേക്ക് കിടക്കാമല്ലോ. പക്ഷേ ഈ റിലേഷൻ എന്താ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മക്കൾ ഓർത്ത് വെക്കണം. നമുക്ക് ഇനി എന്ത് ചെയ്യാം, എംപിരിക്കൽ ഫോർമുല മാസ് കണ്ടുപിടിക്കാം. അതെങ്ങനെ കണ്ടുപിടിക്കാം? 13 കിട്ടിയിട്ടുണ്ട്. നമുക്ക് മോളിക്കുലർ ഫോർമുലയിലേക്ക് പോകാം. സോ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് N കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതിനെന്ത് ചെയ്യണം, നമുക്ക് മോളാർ മാസ് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ 78 ഡിവൈഡഡ് ബൈ 13 എഴുതാൽ മതി. അപ്പോൾ നമുക്ക് എത്ര കിട്ടി, 6 കിട്ടി. സിമ്പിൾ. ഇനി എന്താ, ഇനി നമുക്ക് മോളിക്കുലർ ഫോർമുലയിലേക്ക് പോവാം. അതെന്ത് ചെയ്താൽ മതി, 6 ഇൻറ്റു എംപിരിക്കൽ ഫോർമുല CH അല്ലേ. അപ്പോൾ എന്തായി, C6H6. തന്നുള്ള നമ്പർ എന്താണോ അത് താഴേക്ക് കൊണ്ടുപോകണം. അപ്പോൾ നിങ്ങൾക്ക് എന്തായി, C6H6 എന്ന് കിട്ടി. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ. അടുത്ത് ഒരു ലിമിറ്റിംഗ് റിയേജൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. നമുക്ക് നോക്കി നോക്കാം എന്താ ചെയ്യുക. എ റിയാക്ഷൻ മിക്സ്ചർ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് NH3 ഗ്യാസ് കണ്ടെയ്ൻ 250 grams of N2 ആൻഡ് 50 grams of H2 ഗ്യാസ് അണ്ടർ suitable conditions. Identify the limiting reactant if any and calculate the mass of NH3 gas produced. നമുക്ക് എന്ത് ചെയ്യാം, NH3 ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്താണ് നമ്മൾ അൾട്ടിമേറ്റ്ലി ചോദിച്ചിട്ടുള്ളത്. പക്ഷെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, അത് ചെയ്യണമെങ്കിൽ നമുക്ക് ലിമിറ്റിംഗ് റിയാക്ടന്റിനെ കണ്ടുപിടിക്കണം. തന്നിട്ടുള്ള റിയാക്ഷൻ നേരെ എടുത്ത് എഴുതുക ഫസ്റ്റ് സ്റ്റെപ്പായിട്ട്. എന്നിട്ട് നിങ്ങളത് ബാലൻസ് ചെയ്യണം. ഞാൻ ഓൾറെഡി ഇവിടെ ബാലൻസ് ചെയ്യുകയാണ്. കാരണം ഈ ഒരു റിയാക്ഷൻ പൊതുവേ ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. NCERT-ലും ഇത് തന്നെ ഉണ്ട്. അത് ആരാ, ഹേബർ പ്രോസസ് ആണല്ലേ. സോ നിങ്ങൾ ആദ്യം റിയാക്ഷൻ എടുത്ത് എഴുതുക, എന്നിട്ട് അതിനെ ബാലൻസ് ചെയ്യുക. അപ്പോൾ N2 + 3H2 gives 2NH3 ആണ്. എന്നിട്ട് നിങ്ങൾ അടുത്ത് ചെയ്യേണ്ടത് ഇവരുടെയൊക്കെ മാസ് എടുത്ത് എഴുതുക എന്നുള്ളതാണ്. നൈട്രജൻ്റെ ഒരാളുടെ എത്രയാണ്, 14. അപ്പോൾ 2 വരുമ്പോൾ എന്തായി, 28 ആയി. ഹൈഡ്രജൻ്റെതോ അത് 2 ആണ്. അപ്പോൾ 3 × 2 എത്ര വന്നു, 6 gram. NH3യോ 14 + 3 17. 17 × 2 34 gram. ഓക്കെ ആണല്ലോ, 34 gram. ഇനി നമ്മൾ ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ തന്നിട്ടുള്ള മാസ് എടുത്തെഴുതുക എന്നുള്ളതാണ്. നൈട്രജൻ ഇവിടെ തന്നിട്ടുള്ള, അതായത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള 250 ആണ്. ഹൈഡ്രജൻ്റെ കേസിൽ 50 gram ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാം, നമുക്ക് ലിമിറ്റിംഗ് റിയേജന്റിനെ കണ്ടുപിടിക്കണം. അതായത് ഇതിൽ ഏതോ ഒരാൾ കുറവാണ്, ഏതോ ഒരാൾ ശരിക്കും കൂടുതലാണ്. അപ്പോൾ അതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കുക? അത് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളാണ്. നിങ്ങൾ അതിന് വേണ്ടി ചെയ്യേണ്ടത്, ഇതിൽ ഏതെങ്കിലും ഒരാൾ നിങ്ങൾ അങ്ങ് X ആയിട്ട് എടുക്കുക. അതായത് തന്ന വാല്യൂനെ അങ്ങ് കട്ട് ചെയ്യുക ആദ്യം, എന്നിട്ട് X ആയിട്ട് എടുക്കുക. ഞാൻ ഈ റിയാക്ഷനിൽ ഞാൻ 250നെ കട്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ അയാളെ X ആയിട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അയാളെ എടുക്കണോ? വേണ്ട, നിങ്ങൾക്ക് ഇയാളെ എടുത്താലും മതി, 50 എടുത്താലും മതി. ഓക്കെ. എന്നിട്ട് ചെയ്യേണ്ടത് അടുത്ത സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് 6 × X = 28 × 50. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് X കിട്ടുവാടാ, എത്രയാ, 28 × 50 ഡിവൈഡഡ് ബൈ 6. അത് ഏകദേശം എത്ര വരും, ഒരു 233.33 gram വരും. ആ ഒരു റേഞ്ചിലായിരിക്കും നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ ശരിക്കും എന്താ, ശരിക്കും X എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ആക്ച്വലി നമുക്ക് വേണ്ട നൈട്രജൻ്റെ അളവാണ്. ആക്ച്വലി നമുക്ക് വേണ്ട നൈട്രജൻ ഈ റിയാക്ഷൻ എത്രയാ, അത് 233.33 gram ആണ്. എന്ന് വെച്ചാൽ എന്താ, 50 gram ഹൈഡ്രജനായിട്ട് റിയാക്ട് ചെയ്യുന്ന ആരുടെ അളവെന്ന് പറയുന്നത്, ആരുടെ അളവ്, നമ്മളുടെ നൈട്രജൻ്റെ അളവ് എന്ന് പറഞ്ഞിട്ടുള്ളത് അത് 233.33 gram ആണ്. പക്ഷെ നമുക്ക് ശരിക്കും എത്ര തന്നിട്ടുണ്ട്, 250 gram തന്നിട്ടുണ്ട്. നമുക്ക് ശരിക്കും വേണ്ട ആളെന്ന് പറഞ്ഞുള്ളത് 233.33 ആണ്. എന്നാൽ തന്നിട്ടുള്ളത് എത്രയാ, 250 ആണ്. അതിൻ്റെ അർത്ഥം എന്താ, ഇവിടെ എക്സസ് ആയിട്ട് കാണപ്പെടുന്ന ആളെന്ന് പറഞ്ഞത് നൈട്രജൻ ആടാ. എക്സസ് എന്ന് പറഞ്ഞാൽ എന്താ, അധികമായിട്ട് കാണപ്പെടുന്ന ആൾ നൈട്രജൻ ആണ്. ആണല്ലോ, ഏകദേശം ഒരു 17 gram എന്ത് വന്നിട്ടുണ്ട്, അഡീഷണലി നൈട്രജൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലിമിറ്റിംഗ് റിയേജന്റ് കിട്ടിയിട്ടുണ്ട്, 50 gram ആണ്. ഈ 50 gram എന്ത് ചെയ്യുന്നുണ്ട്, കംപ്ലീറ്റ്ലി റിയാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ലിമിറ്റിംഗ് റിയേജന്റ് കിട്ടി. അത് ആരാണ്, ഹൈഡ്രജൻ ആണ്. എക്സസ് എടുത്ത റിയേജന്റ് അഥവാ എക്സസ് റിയേജന്റ് നിങ്ങളോട് ചോദിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം, നൈട്രജൻ എടുക്കണം. അത് എത്ര എക്സസ് വന്നെന്ന് നിങ്ങളോട് ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആ തന്നിട്ടുള്ള ഒരു നമ്പർ ഉണ്ടാവില്ല നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ നിന്നുള്ള 250, എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ എക്സ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു വാല്യൂ കിട്ടും. അത് കുറച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടി, എത്രത്തോളം എക്സസ് എമൗണ്ട് കിട്ടിയെന്ന് മനസ്സിലാവും. ഇനി നമ്മൾക്ക് എന്ത് ചെയ്താൽ മതി, നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, എമൗണ്ട് ഓഫ് അമോണിയ പ്രൊഡ്യൂസ്ഡ് അഥവാ മാസ് ഓഫ് അമോണിയ പ്രൊഡ്യൂസ്ഡ്. അതെന്ത് ചെയ്താൽ മതി,
ഇത് രണ്ടും കൂട്ടിയാൽ മതി. ആക്ച്വലി 50 gram ഓഫ് ആരുമായിട്ട് 50 gram ഓഫ് ഹൈഡ്രജനുമായിട്ട് ആഡ് ചെയ്യുന്ന നൈട്രജൻ എന്ന് പറഞ്ഞാൽ എത്രയും മക്കളെ ശരിക്കും 233.33 വരുന്നുള്ളൂ. ബാക്കിയുള്ള ആളെന്ന് പറഞ്ഞാൽ എന്താ അഡീഷണൽ ആണ്. അയാൾ എന്ത് ചെയ്യും അവിടെ അൺറിയാക്റ്റഡ് ആയിട്ട് കിടക്കും. അപ്പോൾ നിങ്ങൾക്ക് അത് ചെയ്യുമ്പോൾ ഒരു 283.3 gram ഓഫ് അമോണിയ ഉണ്ടായെന്ന് മനസ്സിലാവാൻ പറ്റുന്നതാണ്. ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഇപ്പോൾ. അപ്പോൾ മനസ്സിലായല്ലോ ലിമിറ്റിംഗ് റിയേജന്റ് എങ്ങനെ കണ്ടുപിടിക്കാന്ന്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടല്ലോ ഈ 250 ഇവിടെ നിർത്തി വേണമെങ്കിൽ 50 നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്യാം. അങ്ങനെ 50 കട്ട് ചെയ്ത് നിങ്ങൾ എക്സ് കണ്ടുപിടിക്കുമ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കേ, നിങ്ങൾക്ക് ഒരു 53.5 കിട്ടിയിട്ടുണ്ടാവുക. എത്രയും കിട്ടിയിട്ടുണ്ടാവുക? 53.5 നിങ്ങൾക്ക് കിട്ടി കാണും. അപ്പോൾ നിങ്ങൾക്ക് അതിന് മനസ്സിലായത് എന്താ, ശരിക്കും നമുക്ക് ഈ ഒരു 250 നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് റിയാക്ട് ചെയ്യുന്ന ഹൈഡ്രജൻ്റെ അളവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയായിരിക്കും? അത് 53.5 പക്ഷെ നമുക്ക് അത്രയും റിയാക്ഷനിൽ തന്നിട്ടുണ്ടോ? ഇല്ല നമുക്ക് എത്ര തന്നിട്ടുള്ളൂ? 50. അപ്പോൾ നമുക്ക് അങ്ങനെ പറയാനും പറ്റും എന്ത് ലിമിറ്റിംഗ് റിയേജന്റ് ആരാണെന്നുള്ളത്, ഹൈഡ്രജൻ ആണെന്നുള്ളത്. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ മക്കളെ, അപ്പോൾ എന്താ ചോദിച്ചിട്ടുള്ളത്? കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് ഓക്സാലിക് ആസിഡ് ഡൈഹൈഡ്രേറ്റ് റിക്വയർഡ് ടു പ്രിപ്പയർ 0.1 molar 250 ml ഓഫ് ഇറ്റ്സ് അക്വസ് സൊല്യൂഷൻ. അതെങ്ങനെ നമുക്ക് ഈ ഓക്സാലിക് ആസിഡിന്റെ ഗിവൺ മാസ് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക? നമുക്ക് മൊളാരിറ്റിയുടെ ഇക്വേഷൻ വെച്ചിട്ടാണ് ഇത് കണ്ടുപിടിക്കാൻ പറ്റുക. ഇത് മുന്നത്തെ വർഷം ചോദിച്ചുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. മൊളാരിറ്റി നമുക്കറിയാം, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ അല്ലേടാ? വോളിയം ഇൻ ലിറ്റർ ആണല്ലോ വോളിയം. അപ്പം വോളിയം ഇൻ ലിറ്റർ ആണ്. നമുക്ക് ഇത് എങ്ങനെ കണ്ടുപിടിക്കുക? ഈ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? എൻ എന്ന് പറഞ്ഞാൽ എന്താ? ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ എന്ത് വരും? മോളാർ മാസ് വരും ആണല്ലോ. ഗിവൺ മാസ് ബൈ മോളാർ മാസ് വരും. ഗിവൺ മാസ് എന്താണ്? അതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. മോളാർ മാസ് നമുക്കറിയോ, നമുക്ക് കണ്ടുപിടിക്കാം. എന്ത് ചെയ്താൽ മതി? നമുക്ക് അവിടെ അതിന്റെ ഫോർമുല തന്നിട്ടില്ലേ? മോളിക്കുലാർ ഫോർമുല തന്നിട്ടില്ലേ? H2C2O4 2H2O ഡൈഹൈഡ്രേറ്റ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ അതിൻ്റെ മൊത്തം മാസം അങ്ങ് എടുത്ത് നോക്കുക. അങ്ങനെ മൊത്തം മാസം എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു 126 gram ആയിരിക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മോളാർ മാസ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇനി എന്ത് ചെയ്യാം? ഗിവൺ മാസ് കണ്ടുപിടിക്കാം. വളരെ സിമ്പിളാണ്. മൊളാരിറ്റി തന്നിട്ടുണ്ട്. അത് എത്രയാടാ? 0.1 വിച്ച് വിൽ ബി ഈക്വൽ ടു എന്താ? ഗിവൺ മാസ് ബൈ മോളാർ മാസ്. ഗിവൺ മാസ് അത് നമുക്ക് കണ്ടുപിടിക്കേണ്ട ആൾ. ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് എത്രയാ? 126. ഇനി ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ലിറ്റർ. നമുക്ക് എത്രയാണ് തന്നിട്ടുള്ളത്? വോളിയം 250 ml ആണ് തന്നിട്ടുള്ളത്. അതിന് നമുക്ക് എന്ത് ചെയ്യണം? ലിറ്ററിലേക്ക് മാറ്റണം. അപ്പോൾ എന്ത് ചെയ്യും? 1000 കൊണ്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്യണം ആണല്ലോ. ഇങ്ങനെ ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്താൽ എങ്ങനെ വരും? ഗിവൺ മാസ് ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ, ഇയാൾ എന്ത് ചെയ്യും? മുകളിലേക്ക് പോകും. ഇയാൾ ഇങ്ങോട്ടും വന്ന് ഇയാൾ എന്ത് ചെയ്യും? ഇങ്ങോട്ടും പോകും അല്ലേ? 126 ഇൻറ്റു 250 ആണല്ലോ. 126 ഇൻറ്റു 250. ഇയാൾ കട്ടായി 4ആയി. ഇവിടെ എന്തുണ്ട്? 0.1 ഉണ്ട്. അപ്പോൾ നമുക്കിനി ഇവിടുന്ന് നിങ്ങളൊന്ന് റീഅറേഞ്ച് ചെയ്താൽ ഗിവൺ മാസ് എന്താവുകടാ? 0.1 ഇൻറ്റു 126 ആണല്ലോ. ഡിവൈഡഡ് ബൈ 4 വരും. നിങ്ങൾ ഏകദേശം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇതെന്താ? 0.1 ഇൻറ്റു 12.6 എന്തായി? 126 എത്രയായി? 12.6 ആയി. ഡിവൈഡഡ് ബൈ 6 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു 3.15 gram കിട്ടിയിട്ടുണ്ടാവും. അപ്പം നമുക്ക് എന്ത് മനസ്സിലായി? നമുക്ക് ഇവിടുന്ന് ഓക്സാലിക് ആസിഡിന്റെ മാസ് കണ്ടുപിടിച്ചു. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എന്ത് ചെയ്യാൻ പറ്റണം? മക്കൾക്ക് ഇനി ചെയ്യാൻ പറ്റണം. അപ്പോൾ നമ്മൾ എവിടുന്നാണ് തുടങ്ങിയത്? മൊളാരിറ്റി. അത് എന്തുകൊണ്ടാണ് നോക്കി ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ 1.1 മോളാർ സൊല്യൂഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് മനസ്സിലായത് നമുക്ക് എങ്ങനെ ഓക്സാലിക് ആസിഡിന്റെ മാസ് കണ്ടുപിടിക്കുക എന്നുള്ളത്. ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. കാൽക്കുലേറ്റ് എനർജി ഇഫ് 2 mole ഓഫ് ഫോട്ടോൺസ് ഓഫ് റേഡിയേഷൻ ഹൂസ് ഫ്രീക്വൻസി ഈസ് 5 × 10⁻14 Hz. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളോട് എന്താ ചോദിച്ചിട്ടുള്ളത്? നമ്മളോട് ഫോട്ടോണിന്റെ എനർജി കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു ഫോട്ടോണിൻ്റെയാണ് ചോദിച്ചത്? അല്ല. പിന്നെ എത്രയാണ് ചോദിച്ചത്? 2 mole. 2 mole എന്ന് പറയുമ്പോൾ എന്ത് വരും? 2 ഇൻറ്റു അവഗാഡ്രോ നമ്പർ ഓഫ് എന്ത് കണ്ടുപിടിക്കണം? ഫോട്ടോണിന്റെ എനർജി നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ആദ്യം നമുക്ക് ഒരു ഫോട്ടോണിന്റെ എനർജി കണ്ടുപിടിക്കാം. അതിനുള്ള ഇക്വേഷൻ നമുക്കറിയാലോ. എന്താ? എനർജി ഓഫ് ഫോട്ടോൺ ഈക്വൽ ടു എന്താ? H nu. H എന്താ? പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. അത് നമുക്ക് തന്നിട്ടുണ്ട് 6.626 × 10⁻34 ജൂൾ സെക്കൻഡ്. ഇനി ന്യൂ നമുക്ക് തന്നിട്ടുണ്ടോ? ഫ്രീക്വൻസി അതും തന്നിട്ടുണ്ട്. അപ്പം നിങ്ങളൊന്ന് ചെയ്തേ, എന്ത് വരും? 6.626 × 10⁻34 -34 ഇൻറ്റു എത്ര വന്നടാ? ഇൻറ്റു 5 × 10⁻14 വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം എത്ര കിട്ടിയിട്ടുണ്ടാവും? ഒരു 3.313 × 10⁻19 ജൂൾ കിട്ടിയിട്ടുണ്ടാവും. എടാ ഇതെന്താ? ഇത് 2 മോൾ ഫോട്ടോണിന്റെ എനർജിയാണോ? അല്ല, ഇത് ഒരു ഫോട്ടോണിന്റെ എനർജിയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഈക്വൽ ടു H nu എന്ന് പറയുമ്പോൾ ഒരു ഫോട്ടോണിന്റെ എനർജിയാണ് ആണല്ലോ. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? നമുക്ക് 2 മോൾ ആരുടെ കണ്ടുപിടിക്കണം? എനർജി, ഫോട്ടോണിന്റെ എനർജി കണ്ടുപിടിക്കണം. അപ്പോൾ എന്താ നമുക്ക് പറയാം? എനർജി ഓഫ് 2 moles ഓഫ് ഫോട്ടോൺ വിൽ ബി എത്ര വരും? നമ്മൾ അതിനെ എന്ത് ചെയ്യണം?
നമ്മൾ ചെയ്യേണ്ടത് വളരെ സിമ്പിളാണ്. 2 മോൾ ഉണ്ട് അല്ലേ, 2 മോൾ എന്ന് പറയുമ്പോൾ എന്ത് വരും, 2 × NA വരും. അതായത് 2 × 6.022 × 10⁻23 ഇൻറ്റു നമുക്ക് എന്ത് ചെയ്താൽ മതി, ഒരു ഫോട്ടോണിൻ്റെ എനർജി നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾക്ക് ആദ്യം നമ്മൾ കണ്ടുപിടിച്ചത് ഒരു ഫോട്ടോണിൻ്റെ എനർജിയാണ്, പക്ഷെ നമുക്ക് അൾട്ടിമേറ്റ്ലി നമുക്ക് കണ്ടുപിടിക്കുന്നത് 2 മോൾ, അതായത് 2 എണ്ണത്തിൻ്റെ ആണോ അല്ല, 2 ഫോട്ടോണിൻ്റെ ആണോ അല്ല, 2 മോളിൻ്റെ അല്ലേ. 2 മോൾ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, 2 × 6.022 × 10⁻23 ഫോട്ടോണ്. നമുക്ക് ഒരു ഫോട്ടോണിൻ്റെ എനർജി കിട്ടിയിട്ടുണ്ട് 3.313 × 10⁻19 ജൂൾ ആണല്ലോ. അപ്പോൾ നിങ്ങൾ ചെയ്ത് വന്നപ്പോൾ നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ്ലി എന്ത് വന്നിട്ടുണ്ടാവും, ഒരു 3.995 ആ റേഞ്ചിൽ കിട്ടിയിട്ടുണ്ടാവും. അതായത് ഒരു 4 × 10⁵5 ജൂൾ ലെവലിൽ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, ആൻസർ കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടിയിട്ടുണ്ട്, 4 × 10⁵5 ജൂൾ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A microscope using suitable photon is employed to locate an electron in an atom within a distance of 0.1 angstrom. What is the uncertainty involved in the measurement of its velocity? ഈ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സ്ട്രക്ചർ ഓഫ് ആറ്റം എടുത്തിട്ടുണ്ടെങ്കിൽ മിക്ക വർഷങ്ങളിൽ നമുക്ക് ചോദിച്ച് കണ്ടിട്ടുണ്ട്. സോ ആദ്യം നിങ്ങൾക്ക് ഇക്വേഷൻ ഓർമ്മ ഉണ്ടാവണം. ആ റിലേഷൻ എന്താ, Δx × Δp > h/4π. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം പി എന്ന് പറഞ്ഞാൽ എന്താ, മൂവ്മെൻ്റ് ആണല്ലേ, അതെന്താ മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. എന്നാൽ അൺസർട്ടനിറ്റി ഇൻറ്റു മൂവ്മെൻറ്റത്തിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, മാസ് ഇൻറ്റു അൺസർട്ടനിറ്റി ഇൻ വെലോസിറ്റി എന്ന് എഴുതാൻ പറ്റും ആണല്ലോ. നമുക്ക് എക്സാക്ട് പൊസിഷനോ മൂവ്മെൻറ്റോ നമുക്ക് എന്താ പറയാൻ പറ്റില്ല, സൈമൾട്ടേനിയസ്ലി പറയാൻ പറ്റില്ല. അവിടെ നിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും, എക്സാക്ട് പൊസിഷനോ വെലോസിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സൈമൾട്ടേനിയസ്ലി പറയാൻ പറ്റില്ല. അപ്പം ഇത് മക്കൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ റിലേഷൻ എന്ത് മാറ്റാൻ പറ്റും, Δx × Δv > h/4πm. ഞാൻ എന്താ ചെയ്തിട്ടുള്ളത്, പി എ മാറ്റി ഞാൻ എന്താക്കി, m∆v ആക്കി. എന്നിട്ട് എമ്മിനെ എന്ത് ചെയ്തു, താഴോട്ട് കൊണ്ടുപോയി. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻ ആണ്, മക്കൾ പഠിച്ചു വെക്കുക. Δx × Δp > h/4π, Δx × Δv > h/4πm. നമ്മളോട് എന്താ ചോദിച്ചിട്ടുള്ളത്, അൺസർട്ടനിറ്റി എന്തിലാ ചോദിച്ചാൽ വെലോസിറ്റിയിലല്ല. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ റിലേഷനിൽ എടുക്കണ്ടേ. അൺസർട്ടനിറ്റി മൂവ്മെന്റ് ആണെങ്കിൽ ചോദിച്ചാൽ മക്കൾ എന്ത് ചെയ്യണം, ആദ്യത്തെ റിലേഷൻ എടുക്കണം. വെലോസിറ്റി അല്ലേ ചോദിച്ചാൽ അപ്പോൾ രണ്ടാമത്തെ റിലേഷൻ എടുക്കാം. അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ തന്നിട്ടുണ്ടോ, Δx തന്നിട്ടുണ്ടോ, തന്നിട്ടുണ്ട്. എന്താ 0.1 ആങ്സ്ട്രം എന്നല്ലേ പറഞ്ഞത്. ആങ്സ്ട്രം എന്ന് പറഞ്ഞാൽ എത്രയാടാ, അത് 10⁻⁻10 മീറ്റർ. അപ്പോൾ എന്ത് വരും, 0.1 × 10⁻⁻10 മീറ്റർ ആയി. മനസ്സിലായോ, ആങ്സ്ട്രം എന്ന് പറഞ്ഞാൽ 10⁻⁻10 മീറ്റർ ആയിരിക്കും. ഓക്കെ, അത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് വേറെ ആരും തന്നെ എച്ച് അറിയാലോ, നമുക്കറിയാം 6.626 × 10⁻34 ആണ്. പൈ എത്ര, 3.14. മാസ് ഇത് ആരുതാ, മാസ് ഓഫ് ഇലക്ട്രോൺ അല്ലേടെ വരിക, മാസ് ഓഫ് ഇലക്ട്രോൺ അല്ലേ വരിക, അത് എത്രയാണ് വരിക, 9.1 × 10⁻31. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഡയറക്റ്റ് ആൻസറിലേക്ക് കിടക്കാം. സോ ഇവിടെ നമ്മൾ എന്താ ചെയ്യുക, നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഈ റിലേഷൻ ആണല്ലോ എടുക്കേണ്ടത്. ഇവിടെ ഞാൻ Δv ഞാൻ ഇവിടെ വെച്ചു, അൺസർട്ടനിറ്റി ഇൻ വെലോസിറ്റി അത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, h/4πm ഇൻറ്റു ഈ Δx എന്തായി, ഇവിടെ ഉണ്ടായിരുന്നല്ലോ, അയാൾ എന്ത് ചെയ്തു, ഇങ്ങോട്ട് പോയിട്ടുണ്ട്, Δx പോയിട്ടുണ്ട്. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താ ചെയ്യുക, ഞാൻ ഈക്വൽ ടു ഇട്ട് തൽക്കാലം ചെയ്യുകയാണ്. നോക്കിക്കോ എന്താ വരിക, 6.626 × 10⁻34 ജൂൾ സെക്കൻഡ് ഡിവൈഡഡ് ബൈ 4 × 3.14 തീർന്നിട്ടില്ല ആരുണ്ട്, 9.1 × 10⁻31 ഇൻറ്റു എത്ര വരുവാടാ, Δx 0.1 × 10⁻10. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, നിങ്ങൾക്കിത് പെട്ടെന്ന് കാൽക്കുലേറ്ററിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ വാല്യൂ ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ആൻസർ നിങ്ങൾക്കൊരു 5.79 × 10⁻6 മീറ്റർ/സെക്കൻഡ് ആ റേഞ്ചിലേക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുക ആൻസർ വരുന്നത്. സോ Δv എന്തായിരിക്കും, > 5.79 × 10⁻6 മീറ്റർ/സെക്കൻഡ്. ഓക്കെ, അപ്പോൾ നമുക്കുള്ള വെലോസിറ്റിയിൽ വരുന്ന അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കിക്കുക, ഇത്രയും വലിയൊരു വാല്യൂലേക്ക് ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവും മക്കൾക്ക്. ഓക്കെ ആണല്ലോ. മൊമെന്റം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷനിൽ പോയാൽ പോരെ, വെലോസിറ്റി ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് പോകണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. The threshold frequency for a metal is 7 × 10⁻14 second inverse. Calculate the kinetic energy of an emitted electron when radiation of frequency nu = 1 × 10⁻15 second inverse hit the metal. അപ്പോൾ ഇതെന്താ, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആണ് അല്ലേ. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന്റെ ഇക്വേഷൻ നമുക്കറിയാം, h nu = എന്താ,
എച്ച് ന്യൂ നോട്ട് പ്ലസ് കൈനറ്റിക് എനർജി. നമ്മളോട് ഇവിടെ ആരെയാണ് ചോദിച്ചിട്ടുള്ളത്? കൈനറ്റിക് എനർജി അല്ലേ. അപ്പോൾ കൈനറ്റിക് എനർജി ഇങ്ങോട്ട് മാറ്റി നിർത്തി. ഈ എച്ച് ന്യൂ നോട്ട് എന്താവും? അങ്ങോട്ട് പോയി, അഥവാ എച്ച് ന്യൂ സീറോ അപ്പുറത്തേക്ക് പോയി. അപ്പോൾ എച്ച് ന്യൂ മൈനസ് എച്ച് ന്യൂ നോട്ട്. അപ്പോൾ ഞാൻ ഈ എച്ചിന് പറഞ്ഞ് കോമൺ എടുത്തു, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. അപ്പോൾ എന്ത് വന്നു? ന്യൂ മൈനസ് ന്യൂ സീറോ വന്നു. ആണല്ലോ. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? കൈനറ്റിക് എനർജി. നമുക്ക് എച്ചിൻ്റെ വാല്യൂ അറിയാം, 6.626 × 10⁻³ ആണ്. ഇനി നമുക്ക് ത്രെഷോൾഡ് ഫ്രീക്വൻസി തന്നിട്ടുണ്ട് അല്ലേ. അത് എത്രയാണ് തന്നിട്ടുള്ളത്? അത് 7 × 10⁻14 ആണ്. വന്നിട്ടുള്ള ആളുടെ ഫ്രീക്വൻസി എത്രയാണ് തന്നിട്ടുള്ളത്? 1 × 10⁻15 ആണ്. 1 × 10⁻15 സെക്കൻഡ് ഇൻവേഴ്സ് മൈനസ് ത്രെഷോൾഡ് എത്രയാണ് തന്നിട്ടുള്ളത്? 7 × 10⁻14. നിങ്ങൾ എന്ത് ചെയ്യുക? പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് കാൽക്കുലേറ്ററിൽ ഇട്ട് കൊടുക്കുക. ഞാൻ ഇതിനൊന്ന് ചെറുതായിട്ട് മാറ്റുന്നുണ്ട്. 6.626 × 10⁻−34. ഈ 1 × 10⁻15 നമുക്ക് എങ്ങനെ എഴുതാം? 10 × 10⁻14 എന്ന് എനിക്ക് എഴുതാലോ, തെറ്റില്ലല്ലോ. -7 × 10⁻14. അപ്പോൾ എന്തായിട്ടുണ്ട്? 10⁻14 കോമൺ വന്നിട്ടുണ്ട്. അയാൾ എനിക്ക് പുറത്തെടുക്കാം. ബാക്കി ആരുണ്ട്? 10 - 7 വരും. അപ്പോൾ എന്ത് വരും? 3 അല്ലേ. അപ്പോൾ 3 × 10⁻14 ആയിരിക്കും അതിൻ്റെ ആൻസർ വരിക. 6.626 × 10⁻−34. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്താൽ മതി? 3 × 10⁻14 വന്നു. നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു 19.878 × 10⁻20 ജൂൾ കിട്ടിയിട്ടുണ്ടാവും. അത്രയും കുറവായിട്ടുള്ള ഒരു എനർജി നിങ്ങൾക്ക് കൈനറ്റിക് എനർജി ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. 19.878 × 10⁻20 ജൂൾ. അപ്പോൾ നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്? നമ്മൾ ഈ റിലേഷൻ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവണം. എച്ച് ന്യൂ ഈക്വൽ ടു എച്ച് ന്യൂ നോട്ട് പ്ലസ് കൈനറ്റിക് എനർജി എന്ന് ഓർമ്മ ഉണ്ടാവണം. ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കും കൈനറ്റിക് എനർജിക്ക് പകരം നിങ്ങൾക്ക് എന്ത് ചോദിക്കുകയായിരിക്കും? നിങ്ങളോട് വെലോസിറ്റി ചോദിക്കുകയായിരിക്കും. അതെന്ത് ചെയ്താൽ മതി? ഈ കൈനറ്റിക് എനർജിക്ക് പകരം നിങ്ങൾക്ക് എന്തെടുക്കണം? 12 mv² എടുക്കണം. ഈ എം എന്താ? മാസ് ഓഫ് ഇലക്ട്രോൺ 9.1 × 10⁻31. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഈ ഹാഫിനും എമ്മിനും എന്ത് ചെയ്യുക? അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. അപ്പോൾ v² കിട്ടും അല്ലേ. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? അതിൻ്റെ റൂട്ട് എടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? v കിട്ടും. പറഞ്ഞത് മനസ്സിലായോ മക്കളെ? ഈ കൈനറ്റിക് എനർജി നിങ്ങൾ കണ്ടുപിടിക്കുക, ഇതേപോലെ കണ്ടുപിടിച്ചു തരാം. എന്നിട്ട് അതിന് പകരം കൈനറ്റിക് എനർജിക്ക് പകരം എന്തിട്ട് കൊടുക്കുക? 12 mv² ഇട്ട് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ ഹാഫിനും എമ്മിനും അപ്പുറത്തേക്ക് കൊണ്ടുപോകുക. അപ്പോൾ നമുക്ക് v² കിട്ടും. ഓക്കെ. എം എന്താ? നമ്മൾ പറഞ്ഞു മാസ് ഓഫ് ഇലക്ട്രോൺ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് അറിയാം വാല്യൂ എത്രയാണെന്നുള്ളത്. എന്നിട്ട് എന്ത് ചെയ്യുക? v² അല്ല നമുക്ക് കിട്ടിയാൽ അതിൻ്റെ റൂട്ട് എടുത്താൽ എന്ത് കിട്ടും? v കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പോൾ നിങ്ങളോട് വേണമെങ്കിൽ അങ്ങനെയും എന്ത് ചെയ്യുക? ഒരു 3 മാർക്കിന് വേണമെങ്കിൽ ചോദിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ടെമ്പറേച്ചർ എബോവ് വിച്ച് ദി റിയാക്ഷൻ MgO പ്ലസ് കാർബൺ ഗീവ്സ് Mg + CO ബിക്കം സ്പോണ്ടേനിയസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കിക്കേ, എന്ത് ചെയ്താൽ മതി? നമുക്കറിയാം ΔG = ΔH - T∆S ആണല്ലോ. ഞാൻ ΔGയുടെ വാല്യൂ 0 എടുത്തിട്ടുണ്ടെങ്കിൽ എന്തായിട്ടുണ്ട്? ΔH - T∆S വന്നിട്ടുണ്ട്. 0 = ΔH - T∆S. അവിടെ ഞാൻ ΔH = എനിക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? T∆S കിട്ടിയിട്ടുണ്ട്. അഥവാ T = ΔH / ΔS വന്നിട്ടുണ്ട്. നിങ്ങൾ ബാക്കിയുള്ളൊന്നും ഓർമ്മ ഉണ്ടാവണ്ട. പക്ഷേ ഈ T = ΔH / ΔS എന്നുള്ളത് ഇപ്പോൾ തന്നെ മക്കൾ പഠിച്ചിരിക്കണം. T = ΔH / ΔS. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം അടുത്ത കാര്യം, ΔH നിങ്ങൾക്ക് എപ്പോഴും കിലോ ജൂളിലാണ് തരിക. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? ജൂളിലേക്ക് മാറ്റണം. ΔH എൻതാൽപ്പി നിങ്ങൾക്ക് എപ്പോഴും എന്തിലാണ് തരിക? കിലോ ജൂളിലായിരിക്കും തന്നിട്ടുണ്ടാവുക. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അതിനെ ജൂളിലേക്ക് മാറ്റണം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ടെമ്പറേച്ചർ കണ്ടുപിടിക്കാം. സോ ഈ ഒരു റിലേഷൻ ഓർമ്മ ഉണ്ടാവണേ. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ടെമ്പറേച്ചർ കണ്ടുപിടിക്കണം. ഇവിടെ എത്ര തന്നിട്ടുള്ളത്? 490 ജൂൾ എന്ന് എഴുതരുത്, അത് കിലോ ജൂളാണ്. അപ്പോൾ ജൂളിലേക്ക് മാറ്റാൻ വേണ്ടി 10⁻³ / ΔS എത്രയാ? 198 ആണല്ലോ. സോ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ ഒരു ഓൾമോസ്റ്റ് ഒരു 74 ആ ഒരു റേഞ്ചിലേക്ക് നിങ്ങൾക്ക് കെൽവിൻ കിട്ടിയിട്ടുണ്ടാവും. അത് കെൽവിനിലാണേ വരിക മക്കളെ. സോ നിങ്ങൾക്ക് ടെമ്പറേച്ചർ എത്രയാണ് കിട്ടിയിട്ടുണ്ടാവും? ഒരു 2474 ആ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും? ടെമ്പറേച്ചർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണം? ഇത്രയെങ്കിലും എന്ത് വേണം? ടെമ്പറേച്ചർ വേണം. ഓക്കെ ആണല്ലോ. സോറി, അതായത് ഇതിലും കൂടുതൽ എന്തിലേക്ക് വേണം? ടെമ്പറേച്ചർ വേണം. ഈ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആവണമെങ്കിൽ. അത് സ്പോണ്ടേനിയസ് എന്ന് പറയുമ്പോൾ എന്താ? ΔG നെഗറ്റീവ് വരണം. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് വന്നു? T കിട്ടിയിട്ടുണ്ട് 2474.74 കെൽവിൻ. എന്താ ചെയ്യേണ്ടത് മനസ്സിലായല്ലോ? നിങ്ങൾക്ക് വേറെ ഒന്നും ഓർമ്മ ഉണ്ടാവണ്ട. ഇങ്ങനെ ഒരു കാര്യം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ഓർമ്മ ഉണ്ടാവണം? T = ΔH / ΔS. ΔH കിലോ ജൂളിലായിരിക്കും തരിക. അതിന് ജൂളിലേക്ക് മാറ്റുക / ΔS. അടുത്ത ക്വസ്റ്റ്യൻ. ദി ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് for a reaction is 5. What will be the value of ΔG? ആ റിലേഷൻ നമുക്കറിയാലോ. എന്താ വരിക? ΔG = എന്താ വരിക? -RT ln Kc ആണല്ലോ. Kc നമുക്ക് തന്നിട്ടുണ്ടോ? തന്നിട്ടുണ്ടോ? എത്രയാ? 5. R എത്രയാ വരിക? 8.314.
ഇനി ടി തന്നിട്ടുണ്ടോ? അതും തന്നിട്ടുണ്ട്. എത്രയാണ് തന്നിട്ടുള്ളത്? ഓക്കെ, ഓൾറെഡി ഇവിടെ തന്നിട്ടുള്ളേ ജൂൾ പെർ കെൽവിൻ. പിന്നെ ആരാ തന്നിട്ടുള്ളത്? നമുക്ക് ടെമ്പറേച്ചറും തന്നിട്ടുണ്ട്, 300 കെൽവിനും തന്നിട്ടുണ്ട്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഡെൽറ്റ ജി ഈക്വൽ ടു -8.314 ഇൻറ്റു ടി എത്രയാണ്? 300 തന്നിട്ടുണ്ട് ഇൻറ്റു LN KC വരുമ്പോൾ എത്രയും മക്കളെ വരിക? അത് നിങ്ങൾക്ക് നേരെ കാൽക്കുലേറ്ററിൽ ഇട്ട് കൊടുത്താൽ മതി. LN5 വരും. LN5 ഒരു 1.609 ആ റേഞ്ചിലായിരിക്കും വന്നിട്ടുണ്ടാവുക. സോ അതെല്ലാം കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു -4000 റേഞ്ചിൽ കിട്ടിയിട്ടുണ്ടാവും. -4014 അല്ലെങ്കിൽ ആ റേഞ്ചിൽ കിട്ടിയിട്ടുണ്ടാവും. അതായത് ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ഡെൽറ്റ ജി എന്ത് കിട്ടിയിട്ടുണ്ടാവും? ഒരു -4000. ഇത് എന്തിലാണ് യൂണിറ്റ് വരിക? ജൂളിൽ കേട്ടോ. എന്തിലാ യൂണിറ്റ് വരിക? ജൂളിൽ. കാരണം എന്താ, ഇവിടെ ജൂൾ പെർ കെൽവിനിലാണ് തന്നിട്ടുള്ളത്, 6 തന്നിട്ടുള്ളത്. ചിലപ്പോൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അവിടെ കിലോ ജൂൾ പെർ കെൽവിൻ ആണ് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? തന്ന വാല്യൂ എന്തിലേക്ക് മാറും? ഇവിടെ കിലോ ജൂളിൽ മാറും. ഇവിടെ തന്നെ നിങ്ങൾ ആറിൻ്റെ കോൺസ്റ്റന്റിന്റെ ഇത് നോക്കുക, എന്താ ജൂൾ പെർ കെൽവിൻ ആണ്. അപ്പോൾ അവിടെ ജൂള് വന്നിട്ടുണ്ട്. ഒരു -4014 ആ റേഞ്ചിലായിരിക്കും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. കാൽക്കുലേറ്റ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് കാർബൺ മോണോക്സൈഡ് ഫ്രം ദ ഫോളോയിങ് ഡാറ്റ യൂസിങ് ഹെസസ് ലോ. സോ ഹെസസ് ലോ ഉപയോഗിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് 2 മാർക്കിനോ 3 മാർക്കിനോ പൊതുവെ ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് കാർബൺ പ്ലസ് O2 ഗ്രാഫൈറ്റ് ഫോമിലുള്ളത് CO2 ആവുന്നുണ്ട്. അതിൻ്റെ എത്ര എൻതാൽപ്പി എന്നുള്ളത് -393.5 കിലോ ജൂൾ പെർ മോൾ. ഇനി ഇയാളുടെ കാർബൺ മോണോക്സൈഡ് പ്ലസ് ഹാഫ് ഓക്സിജൻ ഗീവ്സ് CO, അതിൻ്റെ തന്നിട്ടുള്ളത് -283.0 കിലോ ജൂൾ പെർ മോൾ. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാം? ഇതെങ്ങനെ നമുക്ക് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് കാർബൺ മോണോക്സൈഡ് എങ്ങനെ ചെയ്യാം അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ C പ്ലസ് ഹാഫ് O2 ഗീവ്സ് CO ആണ്. ഇതാണ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് എന്ന് പറഞ്ഞത് കാർബൺ മോണോക്സൈഡ്. അപ്പോൾ അൾട്ടിമേറ്റ്ലി നമുക്ക് ഇയാളിലേക്കാണ് എത്തിക്കേണ്ടത്. ഈ 2 റിലേഷൻ വെച്ചിട്ട് നമുക്ക് അതിലേക്ക് എത്തിക്കാൻ പറ്റുമോ? പറ്റും. നോക്കിക്കേ, 2 കേസ് എടുത്ത് നോക്കുകയാണെങ്കിലും നമുക്ക് ആരെയാണ് കാണാൻ പറ്റുന്നത്? ഓക്കെ, ഇതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇത് CO2 ആണ് കേട്ടോ വരിക. CO2 ആണ് വരിക. നോക്കിയേ, 2 റിയാക്ഷൻ എടുത്ത് നോക്കുകയാണെങ്കിലും ഇവിടെ ആരാ ഉണ്ടാവുന്നത്? CO2 ആണ് ഉണ്ടാവുന്നത് പ്രൊഡക്റ്റ് സൈഡിൽ. ഓക്കെ, എന്നാൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം കാർബൺ വേണം. കാർബൺ നമുക്ക് ഇവിടെ ഗ്രാഫൈറ്റിൻ്റെ ഫോമിലുണ്ട്. ഹാഫ് ഓക്സിജൻ മതി, അര ഓക്സിജൻ മതി അല്ലേ? പക്ഷെ നിങ്ങൾ റിയാക്ടൻ സൈഡിൽ നോക്കുകയാണെങ്കിലോ ഇവിടെ ഒരു 1 ഉണ്ട്, ഇവിടെ ഒരു അരയുണ്ട്. ആൻഡ് പ്രൊഡക്റ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ 2 അടുത്തും കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. ഈ റിയാക്ഷൻ നമുക്ക് എങ്ങനെ ചെയ്താലും നമുക്ക് ഈ ഒരു അൾട്ടിമേറ്റ് ഈ റിയാക്ഷനിലേക്ക് എത്താൻ പറ്റുക? വളരെ സിമ്പിളാണ്. നിങ്ങൾ ഈ റിയാക്ഷൻ ഒന്ന് തിരിച്ചിട്ട് നോക്കിക്കേ. ഈ റിയാക്ഷൻ ഒന്ന് തിരിച്ചിട്ട് നോക്കി എന്ത് സംഭവിക്കും നമുക്കൊന്ന് നോക്കി നോക്കാം. സോ ഞാൻ ഒന്നാമത്തെ റിയാക്ഷൻ ആയിട്ട് ഞാൻ ഇയാളെ തന്നെ എടുത്തിട്ടുണ്ട്. ഇയാളാണ് നമ്മളുടെ ഒന്നാമത്തെ റിയാക്ഷൻ. ഇനി രണ്ടാമത്തെ റിയാക്ഷൻ എന്താ ചെയ്യുന്നത്? ഞാൻ ഇയാളെ എന്ത് ചെയ്തു? റിവേഴ്സ് ചെയ്തിട്ടുണ്ട്. ഇയാളെ ഞാൻ റിവേഴ്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതായത് രണ്ടാമത്തെ റിയാക്ഷനും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഞാൻ ആ റിയാക്ഷൻ ഞാൻ അതുപോലെ എഴുതണം. സോ നിങ്ങൾക്ക് എന്താണോ റിയാക്ഷൻ എന്നാൽ നിങ്ങൾ അതൊന്ന് എടുത്ത് എഴുതുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? കറസ്പോണ്ടിങ്ങിൽ ഏത് രീതിയിലാണ് എനിക്ക് അൾട്ടിമേറ്റ്ലി എനിക്ക് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷനിലേക്ക് എത്താൻ പറ്റുക എന്നുള്ളത് നോക്കുക. ഞാൻ എന്താ ചെയ്യുന്നത്? ഈ രണ്ടാമത്തെ റിലേഷനെ അല്ലെങ്കിൽ റിയാക്ഷനെ ഞാൻ എന്ത് ചെയ്യാൻ തിരിച്ചെഴുതാണ്. അപ്പോൾ എന്ത് വരുവാടാ? അപ്പോൾ എന്ത് വരും? CO2 gives CO plus half O2. ആ കാര്യത്തിൽ മക്കൾക്ക് സംശയമില്ലല്ലോ. അപ്പോൾ എന്തായി? അവിടെ എൻതാൽപ്പി ഓഫ് റിയാക്ഷനും എന്തായിട്ടുണ്ട്? മാറിയിട്ടുണ്ട് അല്ലേ? മൈനസ് തിരിച്ചപ്പോൾ എന്തായി? പ്ലസ് ആയി. പ്ലസ് 283.0 കിലോ ജൂൾ പെർ മോൾ ആണല്ലോ. അപ്പോൾ ആ കാര്യം സംശയമില്ല. ഇനി നോക്കിക്കേ, അപ്പോൾ ഇയാളെ ഞാൻ വിളിക്കുകയാണ്. ആരെ? ഇയാളെ ഞാൻ വിളിക്കുകയാണ് എന്തെന്ന് പറഞ്ഞ് റിയാക്ഷൻ നമ്പർ 3. അപ്പോൾ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. ഇനി ഞാൻ ഈ 1 ഉം 3 ഒന്ന് ആഡ് ചെയ്യുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. 1 + 3 ഞാൻ ആഡ് ചെയ്ത് എന്താ എനിക്ക് കിട്ടുക? റിയാക്ടൻ സൈഡിലൊക്കെ ഞാൻ ഒരുമിച്ച് എഴുതാണ്. C ഗ്രാഫൈറ്റ് ഉണ്ട്, നിങ്ങൾ എഴുതിക്കോ, അത് കുഴപ്പമില്ല. ഞാനിപ്പോൾ തൽക്കാലം എഴുതുന്നില്ല. C + O2 ഇതാണല്ലോ ഇയാളുടെ റിയാക്ടൻ സൈഡിലുള്ളത്. C + O2. ഇനി ഇയാളുടെ കേസിലോ പ്ലസ് CO2 ആണല്ലോ. അപ്പോൾ റിയാക്ടൻ സൈഡിലുള്ളതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി പ്രൊഡക്റ്റ് സൈഡിൽ നോക്കുമ്പോൾ ഇവിടെ എന്തുണ്ട്? ഒരു CO2 വന്നിട്ടുണ്ട്. തീർന്നിട്ടുണ്ടോ? ഇല്ല. ഇനി ഇയാളുടെ പ്രൊഡക്റ്റ് സൈഡിൽ നോക്കുമ്പോൾ CO പ്ലസ് എന്ത് വന്നിട്ടുണ്ട്? ഹാഫ് CO2 വന്നിട്ടുണ്ട്. ഹാഫ് O2 വന്നിട്ടുണ്ട് അല്ലേ? ഓക്കെ, നോക്കിക്കേടാ. ഇനി എനിക്കിതിൽ കോമൺ ആയിട്ട് അപ്പുറത്ത് വരുന്ന ആരെങ്കിലും എനിക്ക് അവരെ കട്ട് ചെയ്യാം. ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ്, ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ്, ഇവിടെ ഒരു ഓക്സിജൻ ഉണ്ട്, അവിടെ അര ഓക്സിജൻ ഉണ്ട്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഇയാളങ്ങ് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ ബാക്കി എന്ത് വരും? അവിടെ അര ഓക്സിജൻ വന്നു. പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ മക്കളെ? എന്താ നമ്മൾ ചെയ്തിട്ടുള്ളത്? നമ്മൾ ഇവിടെ ഒരു കംപ്ലീറ്റ് ഓക്സിജൻ ഉണ്ട്, അവിടെ അര ഓക്സിജൻ ഉണ്ട്. അര കട്ട് ചെയ്താൽ ബാക്കി ഇവിടെ എത്ര ഉണ്ടാവും? അര ഓക്സിജൻ ഉണ്ടാവും. കാരണം എന്താ, ഇവിടെ ഒരു ഫുൾ ഓക്സിജൻ അല്ലേ? അത് അരയും കൂടി ചേർന്നല്ലേ ഉണ്ടായത്. അപ്പോൾ എന്ത് ചെയ്തു? ഞാൻ അവിടെ ഉള്ള ഒരു അര ഓക്സിജൻ എന്ത് ചെയ്തിട്ടുണ്ട്? കട്ട് ചെയ്ത് പോയിട്ടുണ്ട് അല്ലേ? അപ്പോൾ എനിക്ക് അൾട്ടിമേറ്റ്ലി റിയാക്ഷൻ എന്ത് വന്നിട്ടുണ്ട്? C + ½ O2 gives
CO ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിന് എൻതാൽപ്പി ചേഞ്ച് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ രണ്ട് എൻതാൽപ്പിനെ നമ്മൾ ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എൻതാൽപ്പി എന്താ വരിക, ഡെൽറ്റ എന്ത് വരും, ഡെൽറ്റ H നിങ്ങൾക്ക് എന്ത് വരും. ആദ്യത്തെ കേസിൽ നമ്മളൊന്നും മാറ്റിയിട്ടില്ല, -393.5 ഉണ്ട്. എന്നാൽ നമ്മൾ മൂന്നാമത്തെ കേസിൽ എന്തായിട്ടുണ്ട്, അത് റിവേഴ്സ് ആയതുകൊണ്ട് എന്തായിട്ടുണ്ട് 283 കിലോ ജൂൾ ആയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും, ഒരു -110.5 എന്ത് വന്നിട്ടുണ്ടടാ, കിലോ ജൂൾ പെർ മോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതായിരിക്കും എൻതാൽപ്പി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്ത് സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾ എന്ത് ചെയ്യണം, അതിനനുസരിച്ച് മനസ്സിലാക്കണം. നിങ്ങൾ കുറച്ച് ചെയ്ത് വന്ന എക്സാമ്പിൾസ് ഉണ്ടാവും, ആ എക്സാമ്പിൾസ് തന്നെ നല്ല രീതിയിൽ പഠിച്ച് തറാക്കി പോവുക. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ നമ്മൾ എത്തിക്കണം. അതിനുവേണ്ടി നമ്മൾ തന്നിട്ടുള്ള റിയാക്ഷനെ എന്ത് ചെയ്യുക, ചിലതിനെ നേരെ തന്നെ എഴുതിയാൽ മതി, ചില ആൾക്കാരെ തിരിച്ചെഴുതണം, എന്നിട്ട് അത് നമ്മൾ ആഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ആഡ് ചെയ്തപ്പോൾ -393.5 + 283 നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെയാണ് -110.5 കിലോ ജൂൾ പെർ മോൾ കിട്ടുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ എൻതാൽപ്പി ആൻഡ് എൻട്രോപ്പി ചേഞ്ചസ് ഫോർ എ റിയാക്ഷൻ ആർ 490 കിലോ ജൂൾ പെർ മോൾ ആൻഡ് 198 കിലോ ജൂൾ പെർ മോൾ, ജൂൾ പെർ Kelvin inverse, mole inverse. Calculate the values of Gibbs energy change for this reaction at 300 Kelvin. Predict whether the reaction is spontaneous at this temperature. ഇനി നമുക്ക് സ്പോണ്ടേനിയസിറ്റി പറയാൻ പറ്റുക, ഡെൽറ്റ ജി നെഗറ്റീവ് ആണെങ്കിൽ എന്ത് സംഭവിക്കും, നമുക്കറിയാം സ്പോണ്ടേനിയസ് ആണല്ലോ, അക്കാര്യത്തിൽ മക്കൾക്ക് സംശയമല്ല. എന്നാൽ ഡെൽറ്റ ജി പോസിറ്റീവ് ആണെങ്കിലോ അതെന്തായിരിക്കും, നോൺ സ്പോണ്ടേനിയസ് ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് എന്താ നോക്കണ്ടേ, നമുക്ക് തന്നിട്ടുള്ള ആൾക്കാരിൽ നിന്ന് നമുക്ക് ഡെൽറ്റ ജി എങ്ങനെ കണ്ടുപിടിക്കുക നോക്കാം. നമുക്കറിയാം, നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഡെൽറ്റ ജി എന്ന് പറഞ്ഞാൽ എന്താ, ഡെൽറ്റ H - T ഡെൽറ്റ S ആണല്ലേ. നമുക്ക് ഡെൽറ്റ Hന്റെ വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാ, 490 കിലോ ജൂൾ ആണ്. അപ്പോൾ നമ്മൾ എന്ത് മാറ്റണം, ജൂളിലേക്ക് മാറ്റണം. × 10³ ജൂൾ ആയിട്ടുണ്ട്. മൈനസ് ടെമ്പറേച്ചർ എത്രയാ, 300 Kelvin × ഡെൽറ്റ S എത്രയാണ് തന്നിട്ടുള്ളത്, 198. സോ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് ഏകദേശം ഒരു 430-600 ജൂൾ ആ റേഞ്ചിലേക്ക് കിട്ടിയിട്ടുണ്ടാവുക. ഓക്കെ, സോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് എന്താ, പ്ലസ് വാല്യൂ അല്ലെ പോസിറ്റീവ് വാല്യൂ എന്ന് വെച്ചാൽ എന്താ, ഇതെന്താണ് മക്കളെ, ഇത് നോൺ സ്പോണ്ടേനിയസ് ആണ്. കാരണം എന്താ, പോസിറ്റീവ് അല്ലേ, നെഗറ്റീവ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നത് എന്തായിരിക്കും, അത് സ്പോണ്ടേനിയസ് ആണെന്ന് മനസ്സിലാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് സ്പോണ്ടേനിയസ് ആണെന്ന് മനസ്സിലായിട്ടുണ്ട്, ഡെൽറ്റ ജിയുടെ വാല്യൂ കിട്ടിയിട്ടുണ്ട്. In a process, 701 joule of heat is absorbed by a system and 394 joule of work is done by the system. The change in internal energy for the process is, നമുക്കറിയാം ഫസ്റ്റ് ലോ പ്രകാരം ഡെൽറ്റ യു ഈക്വൽ ടു എന്താ വരിക, Q + W ആണല്ലേ വരിക. Q + W ആണ് വരിക. Q എന്ന് പറഞ്ഞാൽ എന്താ, ഹീറ്റ് ആണ്. W എന്ന് പറഞ്ഞാൽ എന്താ, വർക്കാണ്. അത് Qൻ്റെ കേസിൽ തന്നെ ഞാൻ എടുക്കുകയാണ് Q. സോ Q പോസിറ്റീവ് ആവുകയാണ് എന്ന് പറഞ്ഞാൽ എന്താണ്, Q നെഗറ്റീവ് ആവുക എന്ന് പറഞ്ഞാൽ എന്താണോ അതുപോലെ തന്നെ W പോസിറ്റീവ് ആവുക എന്ന് പറഞ്ഞാൽ എന്താണ്, W നെഗറ്റീവ് ആവുക എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് നോക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് എനർജിയെ കിട്ടുകയാണെങ്കിൽ അതായത് ഇൻടു ദ സിസ്റ്റം വരികയാണെങ്കിൽ, ഹീറ്റ് ഇൻടു ദ സിസ്റ്റം ആണെങ്കിൽ ക്യൂവിൻ്റെ വാല്യൂ എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. എന്നാൽ ഹീറ്റ് ഔട്ട് ഓഫ് ദ സിസ്റ്റം ആണെങ്കിൽ ക്യൂവിൻ്റെ വാല്യൂ എന്തായിരിക്കും ഇവിടെ, നെഗറ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ വർക്ക് ഇൻടു ദ സിസ്റ്റം വരികയാണെങ്കിൽ വർക്കിൻ്റെ വാല്യൂ എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. അതുപോലെ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ആണെങ്കിൽ അതെന്തായിരിക്കും, വർക്കിൻ്റെ വാല്യൂ എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. എന്നാൽ നിങ്ങൾ ഫിസിക്സിൽ തന്നെ നിങ്ങൾക്ക് എന്ത് പഠിക്കാനുണ്ട്, ഇതേപോലെ ഹീറ്റ് തെർമോഡൈനാമിക്സ് ചാപ്റ്ററിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് പഠിക്കാനുണ്ട്, അവിടെ നിങ്ങൾ നേരെ തിരിച്ചിട്ടായിരിക്കും വരിക. ഓക്കെ, സോ അത് ഓർമ്മ ഉണ്ടാവണം. കെമിസ്ട്രിയിൽ നിങ്ങൾ പഠിക്കുക, നിങ്ങൾ ഏതെങ്കിലും ഒന്നിൽ പഠിക്കുക, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുക. ഓക്കെ, അത് നിങ്ങൾ ഫിസിക്സിലോ കെമിസ്ട്രിയിലോ പഠിക്കുക. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്തിൽ വരിക, അപ്പുറത്തെ ആളിൽ വരിക എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലോ പ്രകാരം ഡെൽറ്റ യു ഈക്വൽ ടു Q + W ആണ്. അബ്സോർബ്ഡ് ബൈ ദ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ, ഇൻ ടു ദ സിസ്റ്റം. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായിട്ടുണ്ട്, ക്യൂവിൻ്റെ വാല്യൂ എന്താ, പോസിറ്റീവ് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ക്യൂ എടുത്ത് നോക്കുകയാണെങ്കിൽ അതെന്താ, +701 ജൂൾ ആണെന്ന് മനസ്സിലായിട്ടുണ്ട്. ഇനി വർക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ അതെന്ത് സംഭവിച്ചിട്ടുള്ളത്, 394 ജൂൾ ഓഫ് വർക്ക് ഈസ് ഡൺ ബൈ ദ സിസ്റ്റം ആണല്ലോ. അപ്പോൾ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ആണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എന്താണ്, അത് നെഗറ്റീവ് ആണല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മുന്നിൽ നെഗറ്റീവ് ഇട്ട് കൊടുക്കണം, 394 ജൂൾ. ഇനി നമുക്ക് ഡെൽറ്റ യു കണ്ടുപിടിക്കാമല്ലോ. എന്ത് ചെയ്താൽ മതി, ഡെൽറ്റ യു ഈക്വൽ ടു +701 - 394. അപ്പോൾ എത്ര വന്നു, നിങ്ങൾക്കൊരു 307 വന്നു. ഇത് പ്ലസ് ആണ്. അപ്പോൾ എന്ത് വന്നിട്ടുണ്ട്, ഡെൽറ്റ യു കണ്ടിട്ടുണ്ട്, +307 ജൂൾ കിട്ടിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ,
If the concentration of hydrogen ion in a soft drink is 3 into 10 raised to minus 3 molar, calculate its pH. എന്ത് ചെയ്താൽ മതി? നമുക്ക് പി എച്ച് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാം. എന്ത് ചെയ്താൽ പി എച്ച് ഈക്വൽ ടു മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് അല്ലേ? എന്ത് ചെയ്താൽ മതി? മൈനസ് ലോഗ് 3 into 10 raised to minus 3 ചെയ്താൽ മതി. ഓക്കെ, അപ്പം നമുക്ക് ഏകദേശം എത്ര കിട്ടും? ഒരു 2.52 റേഞ്ചിൽ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? പി എച്ച് കിട്ടിയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? എന്ത് ചെയ്താൽ മതി? 1 മാർക്കിന് അല്ലെങ്കിൽ 2 മാർക്കിന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ വരുന്ന രീതിയിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ് ഇത്. പി എച്ച് ഈക്വൽ ടു മൈനസ് ലോഗ് എച്ച് പ്ലസ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? 2.52 പി എച്ച് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫോർ ദ ഇക്വിലിബ്രിയം 2NOCl gives 2NO plus Cl2. The value of equilibrium constant Kp is 1.8 into 10 raised to minus 3 at 500 Kelvin. Calculate Kc for this reaction at the same temperature. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണിത്. ഒരുപാട് തവണ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. എന്താ റിലേഷൻ വരിക? Kp ഈക്വൽ ടു Kc ഇൻറ്റു RT റേസ് ടു ഡെൽറ്റ എൻ. കെ പിയും കെ സിയും മാറിപ്പോരുത്. നിങ്ങൾ പി സിന്നോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, അത് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓർത്ത് വെക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഡെൽറ്റ എൻ എന്ന് പറയുന്ന ആള് ആരാ മക്കളെ? അതെന്താ? നമ്പർ ഓഫ് ഗാഷ്യസ് പ്രോഡക്ട്സ് മൈനസ് നമ്പർ ഓഫ് റിയാക്റ്റൻസ്. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഗ്യാഷ്യസിനെ മാത്രമാണ് കൺസിഡർ ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കെ പി കണ്ടുപിടിക്കാം. കെ പി നമുക്ക് തന്നിട്ടുണ്ട്, കെ സി അല്ലേ കണ്ടുപിടിക്കണ്ടേ? ഓക്കെ, കെ പി എത്ര തന്നിട്ടില്ല നമുക്ക്? 1.8 into 10 raised to minus 3. ഓക്കെ, ഇനി കെ സി അവിടെ തന്നെ നിൽക്കട്ടെ. ആർ ടി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8.314 ആണ് നമുക്കറിയാം. ഒപ്പം തന്നെ ടി എത്ര തന്നിട്ടുള്ളത്? 500 Kelvin ആണ്. 500 റേസ് ടു ഡെൽറ്റ എൻ. ഡെൽറ്റ എൻ എത്ര വരും മക്കളെ? ഡെൽറ്റ എൻ എത്ര വരും നോക്കിക്കേ. ഇവിടെ രണ്ടും ഗ്യാഷസ് ആണ്. ഇവിടെ രണ്ടും പ്രൊഡക്റ്റ് സൈഡിൽ രണ്ടും ഗ്യാസിലാണ് ആൻഡ് റിയാക്ടൻ സൈഡിൽ അത് ഗ്യാഷസ് ഫോമിലാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇവിടെ നമ്മൾ 2+1 3 വന്നിട്ടുണ്ട്. അതെങ്ങനെയാണ് വന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഗ്യാഷസ് പ്രോഡക്ട്സ് മൈനസ് നമ്പർ ഓഫ് ഗ്യാഷസ് റിയാക്ടൻസ് ആണ്. മൈനസ് ഇയാളുടെ കേസിലോ ഇവിടെ 2 അല്ലേ ഉള്ളത്. ഇനി സപ്പോസ് ഇവിടെ എന്താണ്? എസ് ആണ് വന്ന് വിചാരിച്ചോ, അത് സോളിഡ് സ്റ്റേറ്റിലാണെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? 2+1 -0. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇവിടെ എന്ത് വന്നിട്ടുണ്ട്? N1 വന്നിട്ടുണ്ട്. അപ്പോൾ 1. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ? ഇനി കെ സി കണ്ടുപിടിക്കാമല്ലോ. കെ സി ആണ് എന്താ വരിക? 1.8 into 10 raised to minus 3 divided by 8.314 into 500 ചെയ്താൽ ആൻസർ ആയി. ഓക്കെ, സോ അതിനൊന്നും കൂടെ മാറ്റി എഴുതിയിട്ട് 1.8 into 10 raised to minus 6 divided by ഒരു 4.16 അല്ലെങ്കിൽ ഒരു 15. സോ ഈ രീതിയിൽ വരും. ഇതായിരിക്കും നിങ്ങൾക്ക് ആൻസർ കിട്ടുക. നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, 10 raised to minus 7 ആ റേഞ്ചിൽ നിങ്ങൾക്ക് കിട്ടുമായിരിക്കും. ഓക്കെ, സോ അതാണ് കെ സിയുടെ ആൻസർ വരിക. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. ദ സോലിബിലിറ്റി ഓഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു ടോപ്പിക്കാണ് ഇക്വിലിബ്രിയം ചോദിച്ച് കണ്ടിട്ടുള്ളത്. സോലിബിലിറ്റി ആൻഡ് സോലിബിലിറ്റി പ്രോഡക്റ്റ്. ക്വസ്റ്റ്യൻ നോക്കാം. ദ സോലിബിലിറ്റി ഓഫ് MgOH twice at 298 Kelvin is 1.5 into 10 raised to minus 4. Calculate the solubility product. അപ്പോൾ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? സോലിബിലിറ്റി തന്നിട്ടുണ്ട് അല്ലേ? അതിന് മുന്നേ നമുക്ക് തന്നിട്ടുള്ള ആളെ നോക്കണം. അത് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്, MgO2 ആണ്. ഇത് എങ്ങനെയാണ് സ്പ്ലിറ്റ് ആവുക? അത് മക്കൾക്ക് അറിയാം. Mg2+ 2OH മൈനസ് ആയിട്ടാണ് അല്ലേ? Mg2+ 2OH മൈനസ് ആയിട്ടാണ്. ഓക്കെ, ഇയാളുടെ സോലിബിലിറ്റിനെ ഞാൻ എസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇയാളുടെ സോലിബിലിറ്റി എന്തായിരിക്കും വരിക? 2S ആയിരിക്കും. ആ കാര്യത്തിൽ മക്കൾക്ക് സംശയമില്ല. നമുക്ക് എങ്ങനെയാണ് KSP കണ്ടുപിടിക്കുക? എന്ത് ചെയ്താൽ മതി? സോലിബിലിറ്റീൻ്റെ എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ? അപ്പോൾ എങ്ങനെയാണ് വരിക? S into 2S ഹോൾ റേസ് ടു എന്ത് വരും? 2 വരും. കാരണം എന്താ? ഇവിടെ ഞാൻ 2OH എടുത്തിട്ടുണ്ട് അല്ലേ? ഇവിടെ ഞാൻ കോൺസെൻട്രേഷൻ ഇവരെ മൾട്ടിപ്ലൈ ആണെങ്കിൽ എന്താ വരിക? S into 2S ഹോൾ സ്ക്വയർ. ഓക്കെ, സപ്പോസ് ഇവിടെ 3S ആണെന്ന് വിചാരിച്ചോ. ഇൻസ്റ്റെഡ് ഓഫ് 2S ഇവിടെ 3S ആണെന്ന് വിചാരിച്ചോ. അതായത് 3OH മൈനസ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? 3 into എന്ത് വരുവാടാ? 3S into ഹോൾ റേസ് ടു 3 വരും. ഓക്കെ ആണല്ലോ? ഇനി 4S ആണെങ്കിൽ എന്ത് വരും? 4S റേസ് ടു 4 വരും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ? 2S ഹോൾ സ്ക്വയർ. അപ്പോൾ എന്ത് വന്നിട്ടുണ്ട്? 2ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4, അതിനെ പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ S സ്ക്വയർ ഉണ്ട്. ഇയാൾ എന്തായിട്ടുണ്ട്? 4S³ ആയിട്ടുണ്ട്. KSP എന്ന് പറയുന്നത് 4S³ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇനി നേരെ ഇട്ട് കൊടുത്താൽ മതി. സോ ഈ ഒരു സ്റ്റെപ്പിൽ മനസ്സിലാക്കലാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഇവിടെ എന്താവുന്നുണ്ട്? S ഉം 2S ഉം ആയിട്ടുണ്ടെങ്കിൽ എന്തായിട്ടുണ്ട്? S into 2S സ്ക്വയർ
ഇവിടെ 3s ആണെങ്കിൽ 3s എന്തിനാണോ മുന്നിലിട്ടത് അയാളെ പവറായിട്ട് എടുക്കുക. 4s ആണെങ്കിൽ 4s⁴. അപ്പോൾ എന്ത് വന്നിട്ടുണ്ട് 4 ഇൻറ്റു s നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ 1.5 ഇൻറ്റു 10⁻⁻⁴ തന്നിട്ടുണ്ട് അതിൻ്റെ ക്യൂബ്. അപ്പോൾ എത്ര വരും? അപ്പോൾ നിങ്ങൾക്കൊരു 1.35 ഇൻറ്റു 10⁻⁻11 ആ ഒരു റേഞ്ചിലായിരിക്കും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുക KSP എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? 2 മാർക്ക് ഈസി ആയിട്ട് നേടാൻ പറ്റുന്നതാണ്. അടുത്തതായിട്ട് നമുക്കുള്ളത് ഓർഗാനിക് കെമിസ്ട്രിയിലെ പ്യൂരിഫിക്കേഷൻ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പൊതുവേ നമുക്ക് ഈ ഒരു ചാപ്റ്റർ എടുത്ത് നോക്കുകയാണെങ്കിൽ പ്യൂരിഫിക്കേഷൻ പോർഷൻ ചോദിച്ച് കണ്ടുള്ള ന്യൂമറിക്കൽ എന്ന് പറഞ്ഞാൽ കാരിയസ് മെത്തേഡെന്നോ അല്ലെങ്കിൽ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനുള്ള ഹൈഡ്രജൻ്റെ അല്ലെങ്കിൽ കാർബണിൻ്റെ ഒക്കെ കേസിലാണുള്ളത്. നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കാം. In the Carrier's method of estimation of halogen, 0.15 gram of an organic compound gave 0.12 gram of AgBr. Find the percentage of Br in the compound. അപ്പോൾ നമുക്ക് 3 മാർക്കിൻ്റെ ഒരു ചോദ്യം നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് നേടാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ആ ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ആ റിലേഷൻ ഓർമ്മ ഉണ്ടായാൽ മതി. അപ്പോൾ നമ്മൾ ജനറലി നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? പെർസെൻറ്റേജ് ഓഫ് AgX. ചിലപ്പോൾ ഇവിടെ ക്ലോറിൻ ആവാം, അല്ലെങ്കിൽ ബ്രോമിൻ ആവാം, അല്ലെങ്കിൽ അയഡിൻ ആവാം. AgX will be equal to atomic mass of ഏതാണോ ഹാലജൻ നമ്മൾ എടുത്തത് X ഇൻറ്റു പിന്നെ നമ്മൾ ആരെടുക്കണം? നമ്മൾ മാസ് എടുക്കണം, M എടുക്കണം. അത് നമ്മൾ ആരെയാണ് എടുക്കുന്നത്? ആ M എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആരെയാണോ AgX ആയിട്ട് കിട്ടിയിട്ടുള്ളത് നമുക്ക് തന്നിട്ടുള്ള ആ ഒരു വെയിറ്റ് ഉണ്ടല്ലോ അയാളെയാണ് നമ്മൾ M ആയിട്ട് എടുക്കുക. നമുക്ക് വഴിയേ പറയാം ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് AgX. മോളാർ മാസ് ഓഫ് AgX എന്ന് പറയുമ്പോൾ എന്ത് ചെയ്താൽ മതി? Agയുടെ മാസ് എന്ന് പറഞ്ഞാൽ 108 ആണ്. നിങ്ങളിപ്പോൾ ഇവിടെ ക്ലോറിൻ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ 35.5 ആഡ് ചെയ്യുക. നിങ്ങൾ ബ്രോമിൻ ആണെങ്കിൽ എത്ര ആഡ് ചെയ്യണം? അത് ബ്രോമിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ 80 ആണ്. ഇനി അയഡിൻ ആണെങ്കിൽ എത്ര ആഡ് ചെയ്യണം? 126 ആഡ് ചെയ്താൽ മതി. അപ്പോൾ അത് ആഡ് ചെയ്ത് കിട്ടുന്ന ആളാണ് ഇത് ഇയാൾ എന്ന് പറഞ്ഞത്. ഇൻറ്റു W എന്ന് പറഞ്ഞാൽ എന്താ? വെയിറ്റ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്. വെയിറ്റ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ഇവിടെ തന്നെ 3.15. M എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് കിട്ടിയിട്ടുള്ള ഈ വെയിറ്റ്, അതായത് നിങ്ങൾക്ക് ഇപ്പം AgXൻ്റെ എത്രയാണോ വെയിറ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് ആ വെയിറ്റ്. ഓക്കെ ആണല്ലോ? അത് രണ്ടും ക്വസ്റ്റ്യനിലുണ്ടാവും. M-ഉം W നിങ്ങൾക്ക് എവിടെ കാണാൻ പറ്റും? ക്വസ്റ്റ്യനിൽ കാണാൻ പറ്റും. പക്ഷെ മാറിപ്പോരുത്. ഇതെന്താ? ഇയാളെന്ന് പറഞ്ഞാൽ നമുക്ക് ആ AgXൻ്റെ വെയിറ്റ് എത്രയാണോ തന്നിട്ടുള്ളത് അത്. ഇയാളെ ഓർഗാനിക് കോമ്പൗണ്ട്. W എന്ന് പറയുമ്പോൾ ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ വെയിറ്റ്. അത്ര മാത്രം മക്കൾക്ക് ഓർമ്മ ഉണ്ടായാൽ മതി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? പെർസെൻറ്റേജ് ഓഫ് ആരെ കണ്ടുപിടിക്കാം? AgBr കണ്ടുപിടിക്കാം. ഇമ്പോർട്ടൻറ്റ് റിലേഷൻ ആണ്, മക്കൾക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് വിശ്വസിക്കട്ടെ. അറ്റോമിക് മാസ് ഓഫ് X, അതായത് ഇവിടെ തന്നുള്ള ആരാ? ബ്രോമിൻ ആണ്. ബ്രോമിനെ പറഞ്ഞു 80 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി M എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞിട്ടുണ്ട്? ഇയാൾ AgXൻ്റെ വെയിറ്റ് എന്താണോ തന്നിട്ടുള്ളത് അത്. ഇപ്പോൾ ഇവിടെ നമുക്ക് 0.12 ആണ് വന്നിട്ടുള്ളത്. ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് AgX എത്രയാണ് വരിക? നമുക്ക് മോളാർ മാസ് ഓഫ് AgX നമുക്ക് എത്ര വരും? AgX എന്ന് പറയുമ്പോൾ ഇവിടെ AgBrൽ വന്നിട്ടുള്ളത് മോളാർ മാസ് നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഓഫ് AgBr എത്ര വരും? 108 + 80 എത്ര വന്നു? 188 ഗ്രാം വന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 188 ഇൻറ്റു W എത്രയാ? 0.15 ഓർഗാനിക് കോമ്പൗണ്ട് വെയിറ്റ് അല്ലേ? ഇത് നിങ്ങൾ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്കൊരു 34.04% ആ റേഞ്ചിലായിരിക്കും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുക. സോ 34% ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഈ റിലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. On complete combustion, 0.246 gram of an organic compound gave 0.198 gram of CO2 and 0.1014 gram of H2O. Determine the percentage composition of carbon and hydrogen in the compound. ഇത് നിങ്ങൾക്ക് റിലേഷൻ ഓർമ്മയുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ചെയ്ത് നോക്കാം. കാർബൺ നമുക്കറിയാം, നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡിൽ നിന്നാണ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. അപ്പം 12 ഇൻറ്റു M1 ഇൻറ്റു 100% ആക്കാൻ വേണ്ടി ഡിവൈഡഡ് ബൈ 44 ഇൻറ്റു W. ആൻഡ് ഇതേപോലെ തന്നെ നമ്മൾ ഹൈഡ്രജൻ്റെ കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളത് വാട്ടറിൽ നിന്നാണ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. സോ 2, കാരണം H2O അല്ല, അപ്പോൾ 2 ഹൈഡ്രജൻ ഉണ്ട്. ഇൻറ്റു ഇയാളത് ഞാൻ M2 എന്ന് കൊടുക്കുകയാണ്. ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 18 ഇൻറ്റു W. സോ ഈ റിലേഷൻ മക്കൾക്ക് ഓർമ്മയുണ്ടാവണം. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം? പെർസെൻറ്റേജ് ഓഫ് കാർബൺ കണ്ടുപിടിക്കാം. അത് എത്രയാണ് വരിക? പെർസെൻറ്റേജ് ഓഫ് കാർബൺ 12 ഇൻറ്റു ഈ M1 എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഇവിടെ തന്നിട്ടില്ല ആ കാർബണിൻ്റെ എമൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് എത്രയാണ്? ഓർഗാനിക് കോമ്പൗണ്ട് ഗീവ് 0.198 ഗ്രാം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്നല്ലേ? സോ എത്രയാണോ കാർബണിൻ്റെ തന്നിട്ടുള്ള മാസ് അതായിരിക്കും
M1 0.198 into 100 divided by 44 into W എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആ ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ വെയിറ്റ് അത് 0.246 വന്നിട്ടുണ്ട് 0.246 വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇനി പെർസെൻറ്റേജ് ഓഫ് ആരെടുക്കുകയാണ് ഹൈഡ്രജൻ എടുക്കുകയാണെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി 2 into M2 എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ഹൈഡ്രജൻ നമുക്ക് ലഭിച്ചിട്ടുള്ളത് 0.1014 into 100 divided by 18 into വെയിറ്റ് എന്ന് പറയുമ്പോൾ എത്ര തന്നെ ഓർഗാനിക് കോമ്പൗണ്ട് 246. ഓക്കെ, അപ്പോൾ നമുക്കിത് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 22%ൻ്റെ അടുത്ത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും അപ്രോക്സിമേറ്റ്ലി. ഇതൊരു 4.58% നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവും. ഓക്കെ, സോ എന്ത് വേണം നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻ ഓർമ്മ ഉണ്ടാവും. പെർസെൻറ്റേജ് ഓഫ് കാർബൺ പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ എങ്ങനെയാണ് വരിക എന്നുള്ള റിലേഷൻ ഓർമ്മ ഉണ്ടാവണം. അതുപോലെ തന്നെ ഇവിടെ കാരിയസ് മെത്തേഡിൽ പെർസെൻറ്റേജ് ഓഫ് AgX ആണെന്നുള്ള കാര്യം ഓർമ്മ വരണം. ഇവിടെ W എന്ന് പറഞ്ഞാൽ എന്താ AgXൻ്റെ വെയിറ്റ് എത്രയാണോ ഇവിടെ തന്നിട്ടുള്ള AgXൻ്റെ വെയിറ്റ് അത്. പിന്നെ നമ്മൾ മോളാർ മാസ് ഓഫ് AgX നമ്മൾ കണ്ടുപിടിക്കണം. ക്ലോറിൻ ആണെങ്കിൽ 35.5 എടുക്കണം, ആൻഡ് ബ്രോമിൻ ആണെങ്കിൽ 80, ആൻഡ് അയഡിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഒരു 126.9 വരും. നിങ്ങളൊരു 126 അല്ലെങ്കിൽ 127 റേഞ്ചിൽ എടുത്താലും മതി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അവിടെ നമുക്ക് ഏത് ഹാലജൻ്റെ ആണോ കണ്ടുപിടിക്കേണ്ടത് പെർസെൻറ്റേജ് അതും കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതും ഓർത്ത് വെക്കുക. സോ ഇത്രയാണ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഉള്ളത്. പൊതുവേ ചോദിച്ച് കണ്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം മക്കൾ പഠിച്ചെന്ന് വിചാരിക്കുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്.